AC 4-ലിട്ടിട്ടും കാറ്റ് തീരെ കുറവാണല്ലോ. എന്ത് പറ്റിയാണോ? മെക്കാനിക്കിനെ കാണിച്ചു നോക്കാം. മലബാർ എക്സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ഇതുപോലത്തെ പ്രശ്നം നിങ്ങളെ കാരണം സംഭവിക്കാറുണ്ടോ? എങ്കിൽ ഒരു മെക്കാനിക്കിനെ കാണിക്കുന്നതിന് മുന്നേ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളെ AC-ക്ക് നല്ല കാറ്റും ഉണ്ടാവും, നല്ല തണുപ്പും ഉണ്ടാവും. നമ്മളിന്ന് നമ്മളെ കാറിൻ്റെ AC-യുടെ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനാണ് പോണത്. അതിനായിട്ട് നമ്മൾ ഡാഷ്ബോർഡ് ഇങ്ങനെ തുറക്കുക. എന്നിട്ട് രണ്ട് സൈഡിൽ 2 ലോക്ക് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡാഷ്ബോർഡ് താഴോട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇയോണാണ്. ഇയോണിൻ്റെ ഇവിടെയാണ് AC-യുടെ ഫിൽറ്റർ വരുന്നത്. ചിലതിൻ്റെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കിയിട്ടാവും ഡാഷ്ബോർഡ് ഊരിയെടുക്കുന്ന ടൈപ്പാവും. ഇപ്പോൾ ഇയോൺ കാറിൻ്റെ ഇവിടെ അതിൻ്റെയാണ് ഈ AC-യുടെ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ AC-യുടെ ഫിൽറ്റർ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊരു ക്യാപ്പ് ഉണ്ട്. ആദ്യം ആ ക്യാപ്പ് ഊരി മാറ്റുക. എന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ടാവും. ആ ഫിൽറ്റർ നമ്മൾ പുറത്തോട്ട് എടുക്കുക. ഇപ്പോൾ കണ്ടോ, ഞാൻ മരത്തിൻ്റെ അടിയിൽ സ്ഥിരമായിട്ട് നിർത്തിയിടുന്ന ഒരു വണ്ടിയാണ്. എൻ്റെ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടോ? ഇപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ സ്ഥിരമായിട്ട് നിർത്തിയിടുന്ന വണ്ടിയാണെങ്കിൽ ഈ അവസ്ഥയിലാവും ഇതിൻ്റെ ഫിൽറ്റർ ഉണ്ടാവുക. ഇനി നമുക്ക് ആ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഫിൽറ്റർ നന്നായിട്ട് പൊടി തട്ടി നല്ല കഴുകി നല്ല തുടച്ച് ഫിനിഷ് ആക്കിയിട്ട് വീണ്ടും നമ്മൾ അതേ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്ത് വെക്കുക. ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എടുത്ത് അതേപോലെ തന്നെ അത് അവിടെ വീണ്ടും റീപ്ലേസ് ചെയ്യുക. അതിൻ്റെ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അവിടെ. എന്നതിന് ശേഷം നമ്മളെ ഡാഷ്ബോർഡ് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വിട്ടാൽ ആ ലോക്ക് അവിടെ വീണോളും. അപ്പോൾ കണ്ടോ, ഇത്ര സിമ്പിളായിട്ടാണ് ആ ലോക്ക് അടഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് AC ഒന്ന് ഓണാക്കി നോക്കാം. നല്ല കാറ്റുണ്ട്, നല്ല സ്പീഡുണ്ട്, നല്ല കാറ്റുണ്ട്, സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് കാറിൻ്റെ AC-യുടെ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ പുത്തൻ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.